മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3-ാം ക്ലാസ് അറബിക്കിൻ്റെ എല്ലാ പാഠഭാഗങ്ങളും തീർന്നു അല്ലേ? എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ഈ ചാനലിൽ 3rd സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. ഏതെങ്കിലും ക്ലാസ്സുകൾ മക്കൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ചാനലിൽ മുഴുവൻ പേജുകളുടെയും ക്ലാസ് ഉണ്ട്, മക്കളത് പോയി കാണും. അപ്പോൾ നമുക്കിനി എന്താ ഉള്ളത്? വാർഷിക പരീക്ഷയാണ്. വാർഷിക പരീക്ഷയ്ക്ക് നമുക്ക് എന്തൊക്കെ ചോദിക്കാൻ മുമ്പത്തെ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും നമ്മുടെ കയ്യിലില്ല. കാര്യം എന്താ? പുതിയ പുസ്തകമാണ് നിങ്ങൾ പ്രാവശ്യം പഠിച്ചത്. ആ പുസ്തകത്തിലെ ആദ്യത്തെ വാർഷിക പരീക്ഷയാണ്. അപ്പോൾ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം, എന്തൊക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. അപ്പോൾ മക്കൾ ചാനലിൽ ആദ്യമായി വരികയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഒരു സ്കൂൾ അറബിക് ഗൈഡ് ആപ്ലിക്കേഷൻ പറഞ്ഞിരുന്നു, അത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, നമുക്ക് നോക്കാം. 5-6 പ്രവർത്തനങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രവർത്തനം എന്താ? നഖറഉൽ ഖിസ്സ വനുകമ്മിലുൽ ഖാന. ഇവിടെ ഒരു കഥ കൊടുത്തിട്ടുണ്ട്. ആ കഥ എന്ത് ചെയ്യണം? വായിച്ചിട്ട് എന്ത് ചെയ്യണം? താഴെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ചാർട്ട്, അത് പൂർത്തിയാക്കണം. ഉദാഹരണം എന്താണ്? ഫി യൗമിൻ മുഷമ്മിഷ്, നല്ല വെയിലുള്ള ഒരു ദിവസം, ഖറജൽ വലദുൻ നഷീദ് ഇലൽ ഹദീഖത്തിൽ ജമീല. കുട്ടി എന്താ എവിടേക്ക് പോയി? ഒരു മനോഹരമായ തോട്ടത്തിലേക്ക് പോയി. അപ്പൊ അൽ ഹദീഖത്തുൽ ജമീല എന്നത് അടിവരയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അടിവരയിട്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താ? കാന യഹ്മിലു കിതാബൻ മുഫീദൻ. അവന്റെ കയ്യിൽ ഒരു എന്താണ്? നല്ല പുസ്തകം അവൻ എടുത്തിരുന്നു, മുഫീദൻ ഉപയോഗപ്രദമായ. വയജിലിസു തഹ്ത ഷജറത്തിൻ മുദില്ല, തണലുള്ള ഒരു മരത്തിന്റെ താഴെ അവൻ ഇരിക്കുന്നു. ഷാഹദ ഉസ്ഫൂറൻ മുഗരിദൻ, അവനൊരു എന്ത് ചെയ്യുന്നു? പാട്ട് പാടുന്ന കിളിയെ കണ്ടു. യഖിഫു ഫൗക സഹറത്തിൻ എന്താണ് അതവിടെ നിൽക്കുന്നത്? ഫൗക സഹറത്തിൻ മുതഫത്തഹ, ഒരു വിരിഞ്ഞു നിൽക്കണ പൂവിന്റെ മുകളിൽ. അപ്പൊ ഷഅറ ബി സആദത്തിൻ കബീറ, അപ്പൊ അവന് വലിയ സന്തോഷം തോന്നി. സആദത്തിൻ കബീറയുടെ അടിയിലും വേണം. സുമ്മ റഅ കിത്തൻ സഗീറ, പിന്നെ അവന് ചെറിയൊരു പൂച്ചയെ കണ്ടു. യർക്കലു ഖൽഫ ഫറാഷത്തിൻ മുലവ്വന, നിറമുള്ള ഒരു പൂമ്പാറ്റയുടെ പിറകിൽ ഓടുന്ന. ഫബ്തസമ തിഫ്ലുൽ ലത്തീഫ്, അന്നേരം ആ കുട്ടി, ആ ലത്തീഫ്, ആ നിഷ്കളങ്കനായ കുട്ടി ചിരിച്ചു. വസ്തംത, ആസ്വദിച്ചു. ബിൽ ലഹ്ളത്തി റായിയ, ആ മനോഹരമായ നിമിഷം ആസ്വദിച്ചു. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ? കുറച്ച് വാക്കുകളുടെ അടിയിൽ വരച്ചിട്ടുണ്ട് അല്ലെ? ഇതേപോലുള്ള ഭാഗം നമ്മൾ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അതിന്റെ ആ സാധനങ്ങൾ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് കണ്ടോ? ഒരു ഉദാഹരണം കൂടെ കൊടുത്തിരിക്കുന്നു. എന്താണ്? അൽ ഹഖലുൽ ജമീൽ അല്ലെ? ഈ 2 വാക്കുകളും ബോയ് വാക്കാണ്, അതായത് മുദക്കറാണ് അല്ലെ? മുദക്കർ. എന്നാ ഇപ്പുറത്ത് വന്നപ്പോഴോ അൽ ഹദീഖത്തുൽ ജമീല മുഅന്നസ് ആണ്. മുഅന്നസ് എന്ന് വെച്ചാൽ എന്താ? ഒരു ഗേളായ വാക്കാണ് അല്ലെ? അപ്പൊ ഇവിടെ ഇതിനെ ഈ ജമീൽ ഇവിടെ എത്തിയപ്പോ എന്തായി? ജമീലത്തായി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ വാക്കാണ് നമ്മളെപ്പോഴും മാറ്റേണ്ടത് അല്ലെ? ഇവിടെ കിതാബൻ മുഫീദൻ എന്നാ എഴുതിയിട്ടുള്ളത്, കിതാബൻ മുഫീദൻ. അപ്പോ ഹഖീബത്തൻ, ബാഗ്. ഈ മുഫീദ് എന്തായി മാറും? അല്ലെ? ഹക്കീബത്ത് ഒരു ഗേളായ വാക്കായതുകൊണ്ട് മുഫീദും ഗേളാക്കണം. എങ്ങനെയാക്കണം? മുഅന്നസ് ആക്കണം. മുഫീദത്തൻ എന്നാവും അല്ലെ? മുഫീദത്തൻ എന്നാകും. അടുത്തത് ബൈത്തിൻ ഡാഷ്. ഇവിടെ ഉണ്ട് ഷജറത്തിൻ മുദില്ലത്തിൻ, തണൽ നൽകുന്ന മരം. അപ്പൊ തണൽ നൽകുന്ന വീട് എങ്ങനെ പറയണം? ബൈത്തിൻ. ഈ താ ഒഴിവാക്കണം അല്ലെ? ഈ താ ഒഴിവാക്കണം. അപ്പൊ എന്താ വരിക? മുദില്ലിൻ. മനസ്സിലായോ? ആ പാറ്റേൺ നോക്കിയിട്ട് മക്കളെ വൃത്തിയായിട്ട് ചെയ്യണം. മനസ്സിലായോ? ബൈത്തിൻ മുദില്ലിൻ. അടുത്തത് തിഫ്ലുൽ ലത്തീഫ്, നിഷ്കളങ്കനായ കുട്ടി അല്ലെ? അപ്പൊ തിഫ്ല് ഒരു ആൺകുട്ടിയാണ് അല്ലെ? ലത്തീഫ് നിഷ്കള. അപ്പൊ ഇവിടെ ലത്തീഫത്ത് എന്നുണ്ട്. അപ്പൊ തിഫിലിന്റെ ഗേള് വെക്കണം. എന്ത് വെക്കാം? തിഫിലത്ത് എന്ന് വെക്കാം നമുക്ക് അല്ലെ? തിഫിലത്ത് എങ്ങനെ വെക്കാം? ഒന്നും കൂടി എഴുതാം മക്കളെ. തിഫിലത്ത് എന്ന് വെക്കാം. എങ്ങനെ വെക്കാം? ഒന്ന് നോക്കാം. തിഫിലത്ത്. ഓക്കെ. അടുത്തത് വർദിൻ. എന്താണ്?
റോസാപ്പൂ അല്ലെ, റോസാപ്പൂ. ഇവിടെ സഹ്റത്തിൻ മുതഫത്തഹത്തിൻ എന്നാണ്, വിരിഞ്ഞ പൂവ്. അപ്പൊ ഇവിടെ അതുപോലെ വിരിഞ്ഞ റോസാപ്പൂ എന്ന് പറയണം. എങ്ങനെ പറയണം? വർദിൻ മുതഫത്തഹിൻ എന്ന് പറയണം. മുതഫത്തഹിൻ, മുതഫത്തഹിൻ. ശരിയല്ലേ? അടുത്തത് ഖിത്തൻ സഗീറൻ, ചെറിയ പൂച്ച, ആൺപൂച്ച. അപ്പൊ ഖിത്തൻ സഗീറത്തൻ നമുക്ക് ഗേളാകുമ്പോ എന്താക്കാം? ഖിത്തൻ. ഇതേപോലത്തെ പ്രവർത്തനം നിങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ. അത് തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. ഖിത്തൻ സഗീറത്തൻ എന്ന് തന്നെ എഴുതണം. ശരിയല്ലേ മക്കളെ? ഇത്രേ ഉള്ളൂ പരിപാടി. അതാണ് ഒന്നാമത്തെ പ്രവർത്തനം. ഇനി രണ്ടാമത്തെ നോക്ക്. നക്തുബ് നഅം ലിൽ ആദത്തിൽ ജയ്യിദ വല ലിൽ ആദത്തി സയ്യിഅ. ഇവിടെ നല്ല സ്വഭാവത്തിന്, നല്ല ശീലത്തിന് നഅം എന്ന് കൊടുക്കണം, ചീത്ത ശീലത്തിന് ല എന്നും കൊടുക്കണം. ഇവിടെ നോക്കൂ, ഇവിടെ എന്ത് ചെയ്യുന്നത്? അടി കൂടുന്നു അല്ലെ, അതിന് നമ്മൾ ലാ എഴുതി. എന്താണ്? ഓടുന്നു അല്ലെ, അത് തന്നെയാണ് നല്ല ശീലമാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു? ഫുർഷാത്ത് യൂസ് ചെയ്യുന്നു. അതിനെന്ത് കൊടുക്കണം? നമുക്ക് നഅം എന്ന് കൊടുക്കാം അല്ലെ, സിമ്പിൾ അല്ലേ? പിന്നെ ഇവിടെ വാരി വലിച്ച് തിന്നുവാണ്, അവിടെ എന്ത് കൊടുക്കണം? നമുക്ക് ല അല്ലേ, ല അല്ലേ വേണ്ടേ? ഇതിലോ കുളിക്കുന്നു, അതും നഅം, യെസ്. പിന്നെ ഒരു ടി വി അടുത്തിരുന്ന് കാണുവാണ്, ശരിയാണോ? ല. പിന്നെ ഇത് കിടന്നുറങ്ങുമ്പോൾ മൊബൈൽ കാണുന്നു, ഏത് ലായാണോ നഅമാണോ? ല. പല്ല് കടിക്കുന്നു, നഖം കടിക്കുന്നു, ഏതാണ്? ല. പിന്നെ കൈ വൃത്തിയാക്കുന്നു, നഅം അല്ലേ? ഇതൊക്കെ നല്ല ശീലങ്ങൾ. നല്ല ശീലങ്ങൾക്ക് നഅം, അല്ലാത്തതിന് ല. സിമ്പിൾ അല്ലേ? ഇങ്ങനെയൊക്കെ വന്നാൽ എളുപ്പമായി അല്ലേ? ഓക്കെ. അടുത്ത പ്രവർത്തനം നക്തുബ് കമാഫിൽ മിസാൽ. ഇവിടെ നമ്മുടെ പുസ്തകത്തിലുള്ള വാട്സപ്പിനെ കുറിച്ച് ഒരു ബയാനുണ്ട്. അന വാട്സപ്പ്, ഞാൻ വാട്സപ്പ് ആണ്. അന മഷ്കൂർ, ഞാൻ പ്രസിദ്ധനാണ്. യസ്തഖ്ദിമുനി, എന്നെ യൂസ് ചെയ്യും അന്നാസ്, ജനങ്ങൾ. ഉസാഇദുഹും അല ഇർസാലി റിസാല, ഞാൻ മെസ്സേജ് അയക്കാൻ സഹായിക്കും. അപ്പൊ ഇതാരാണെന്ന് പറയും? നിങ്ങൾക്ക് അറിയുന്നല്ലേ, ഇൻസ്റ്റഗ്രാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം. ഇത് ഇൻസ്റ്റഗ്രാം ആണ്. അപ്പൊ ഇൻസ്റ്റഗ്രാം എന്താ ചെയ്യല്? അന എന്ത് കൊടുക്കണം? അന ഇൻസ്റ്റഗ്രാം എന്ന് എഴുതണം അല്ലെ. അന ഇൻസ്റ്റഗ്രാം, അന ഇൻസ്റ്റഗ്രാം. പിന്നെയോ ഇതേപോലെ തന്നെ മഷ്ഹൂർ അല്ലെ, അന മഷ്ഹൂർ. അപ്പൊ ഈ വാക്ക് തന്നെ നമുക്ക് ഇവിടെ എഴുതാം, അന മഷ്ഹൂർ, അന മഷ്ഹൂറുൻ. പിന്നെ അന്നാസ് എന്ന് ഇവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ മുമ്പുള്ള വാക്ക് ഏതാ? ഇതാണ് യസ്തഖ്ദിമുനി. അത് നമുക്ക് ഇവിടെ എഴുതാം യസ്തഖ്ദിമുനി, ജനങ്ങൾ എന്നെ യൂസ് ചെയ്യുന്നു അല്ലെ. പിന്നെ ഉസാഇദുഹും, ഇവിടെ അലയുണ്ട്. അപ്പൊ ഉസാഇദുഹും എന്ന് എഴുതാം, ഞാൻ അവരെ സഹായിക്കും. എന്തിനാണ്? അല നഷ്രി സദാഖ, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് അല്ലെ. ഇൻസ്റ്റാഗ്രാമും നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ് അതിൽ കൂടുതലായിട്ട് നടക്കുന്നത്. സിമ്പിൾ അല്ലേ? ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് ബയാൻ തയ്യാറാക്കുക. പിന്നെ അടുത്ത എന്താ? കെമ്മിലിൽ ബയാനാത്ത ഷഖ്സിയ. ഇനി നിങ്ങളുടെ എന്താണ് ബയോഡാറ്റ പൂർത്തിയാക്കണം അല്ലെ. ഇത് നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങൾ ചെയ്താണ്. ഇസ്മി, എന്റെ പേര്. അപ്പൊ നിങ്ങളുടെ പേര് ഇവിടെ എഴുതണം. അദ്റുസു ഫി സഫി, നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3-ാം ക്ലാസ്. അപ്പൊ നമ്മൾ എന്ത് പറയണം? അസാലിസ് അല്ല മക്കളെ, അസാലിസ്. ഉംരി, എന്റെ വയസ്സ്. എന്റെ വയസ്സ് എത്രയാ? എന്റെ വയസ്സ് എത്ര വരിക? 8 വയസ്സ്, ഇല്ലെങ്കിൽ 9 വയസ്സുണ്ടാവും. 8. ഇസ്മു ഉമ്മി, ഇസ്മു ഉമ്മി, എന്റെ ഉമ്മയുടെ പേര് നിങ്ങൾ എഴുതണം. ഇസ്മു അബി, വാപ്പയുടെ പേര്, അച്ഛന്റെ പേര്. അസ്കുനുഫി, നിങ്ങൾ എവിടെ താമസിക്കുന്ന സ്ഥലപ്പേര് എഴുതണം. ഓക്കെ, നമ്മൾ പാഠപുസ്തകം ചെയ്തതാണ്, അതുപോലെ ചെയ്താൽ മതി കേട്ടോ. അടുത്ത എന്താ? നുക്മിലിൽ ഖിസ്സ. എന്ത് ചെയ്യാ? കഥ പൂർത്തിയാക്കാനാണ്. കഥ പൂർത്തിയാക്കാൻ. ഈ കഥയിൽ ആരൊക്കെയാണ് നോക്കൂ. മൻഹാദ, ഇതിനാരാണ്? നിങ്ങളൊക്കെ 2-ാം ക്ലാസ്സിലൊക്കെ പഠിച്ച ഇത് ഫീൽ അല്ലേ. ഇതാരാ? നംലത്ത്. ആരാണ്? നംലത്ത്. ഇപ്പൊ നംലത്തും ഫീലും കൂടി ഒരു മത്സരം സംഘടിപ്പിച്ചു. അതാണ് അവിടെ കൊടുക്കുന്നത് അല്ലേ. ആരൊക്കെയാണ്? അപ്പൊ നമ്മളിത് കാന ഫിൽ ഖറിയ,
ഒരു ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു ആര്? നംലത്ത്. ഇവിടെ നംലത്ത് എന്നുള്ള വാക്ക് ഇവിടെ ഉണ്ട്, ഫീലും പറഞ്ഞ വാക്ക് ഇവിടെ ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് ഇനി വാക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പൊ കാന ഫിൽ കറിയത്തി നംലത്തുൻ, ഒരു വഫീലുൻ, ഒരു ആനയും ഉണ്ടായിരുന്നു. കാലൽ ഫീൽ, ഫീൽ എന്ത് പറഞ്ഞു ആ ഓട്ട മത്സരത്തില്? അന അസ്റ, ഞാനാണ് സ്പീഡ് എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നംലത്തും പറഞ്ഞ എന്തായിരിക്കും? അല്ല, ഞാനാണ് സ്പീഡ് എന്നാണ് അല്ലെ? അന അസ്റ, ഇതേപോലെ നിങ്ങൾ പഠിച്ചതല്ലേ? അതെ. ജറ ബൈനഹുമ, അവർക്കിടയിൽ നടന്നു. ഇവിടെ കുറച്ച് വാക്കുകളുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് എടുത്ത് എഴുതാം അല്ലെ? സിബാക്ക് മത്സരം, എന്ത് മത്സരം? ഓട്ട മത്സരത്തിന് എന്താ പറയുന്നത്? അൽ ജരി അല്ലെ? അപ്പൊ അൽ ജരി മക്കൾ ഇവിടെ എടുത്ത് എഴുതാം കേട്ടോ. സിബാഖുൽ ജരി. അസ്നാ സിബാഖ്, അസ്നാ സിബാഖ്. അങ്ങനെ മത്സരത്തിന്റെ ഇടയിൽ അൽ ഫീൽ, ഫീൽ എന്ത് ചെയ്തു? ഫീൽ എന്ത് ചെയ്തു? എടുത്തു അല്ലെ? എടുത്തു എന്നുള്ളതിന് വാക്ക് ഏതാ? ഇതെവിടെ ഉണ്ട്? അഹദ, അഹദ അല്ലെ? അഹദൽ ഫീലു, എന്താ എടുത്തിട്ടുണ്ടാവുക? ജവ്വാൽ അല്ലെ? അഹദൽ ഫീൽ ജവ്വാൽ. അപ്പൊ ജവ്വാൽ നമ്മള് ഇവിടെ എടുത്ത് എഴുതാം. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? തുടങ്ങി, എന്ത് ചെയ്യാൻ? കളിക്കാൻ തുടങ്ങി അല്ലെ? എൽ അബു ഫീഹി അല്ലെ? എൽ അബു ഫീ. അങ്ങനെ സബഖ, അവനെ കളിച്ച് മറന്നുപോയി അല്ലെ? അങ്ങനെ സബഖത്ത്, ജയിച്ചു, മറികടന്നു പോയി. ആര്? അന്നംല. ആര്? ഉറുമ്പ് മറികടന്നു, വഫാസ്, ജയിക്കുകയും ചെയ്തു. മനസ്സിലായോ? ഇങ്ങനെയാണ് ആ കഥ പൂരിപ്പിക്കേണ്ടത്. സിമ്പിൾ അല്ലേ? യെസ്. അപ്പൊ ഇതാണ് ആ പ്രവർത്തനം. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം എന്താണ്? നസിൽ. ഇത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. മാച്ച് ചെയ്യുക എന്നുള്ളത് നമ്മളെ അമ്നയുടെ എന്താണ്? അമ്നയുടെ പാഠഭാഗത്തിൽ നിങ്ങൾക്കറിയാം. ഓരോ ചിത്രത്തിന് അനുയോജ്യമായ സെന്റൻസ് എഴുതണം അല്ലെ? ഇവിടെ കാലത്ത് അമ്ന എന്ത് ചെയ്യുന്നു? ചോക്ലേറ്റ് തിന്നു, മിഠായി തിന്നുന്നു. ഇവിടെ ഉമ്മ വഴക്ക് പറയുന്നു. എന്നിട്ടും പിന്നെ ഇത് തിന്നുവാണ് അവള്. അങ്ങനെ അവള് കിടന്നുറങ്ങി. അങ്ങനെ അവള് നിലവിളിക്കാൻ തുടങ്ങി അല്ലെ? എന്റെ വാക്കുകൾ മക്കൾക്ക് അറിയില്ലേ? ഏതാണ്? പറയൂ. അമ്നക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? ധാരാളം ചോക്ലേറ്റ് തിന്നാറുണ്ട്. ഏതാണ് ഇതില്? തഅ്കുലു അമ്ന അൽ ഹൽവയാത കസീറ. നമുക്കിത് ഇതിലേക്ക് വരയ്ക്കാം അല്ലെ? അപ്പോ അവളുടെ ഉമ്മ എന്ത് ചെയ്തു? ഉമ്മ അവളെ എന്താണ്? ശാസിച്ചു. കാലത്തിലഹൽ ഉമ്മ, ഉമ്മ അവളോട് പറഞ്ഞു, ഇതാ അക്കൽത്തി ഹൽവയാത്തിൻ കസി, ധാരാളം തിന്ന സതലുറസ്ന, നിന്റെ പല്ലിന് ദോഷം ചെയ്യും എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നമുക്ക് ഇതിലേക്ക് മാച്ച് ചെയ്യാം. എളുപ്പമല്ലേ? അടുത്തത് അവള് വീണ്ടും ഉമ്മയുടെ വാക്ക് കേൾക്കാതെ തിന്നല്ലേ? അപ്പൊ എന്താ വരിക അല്ലെ? അപ്പൊ അത് ലം തസ്മ അല്ലെ? അല്ല, അമ്ന ലം തസ്മ കലാമ ഉമ്മിഹ, ഉമ്മയുടെ വാക്ക് കേട്ടില്ല. വാക്കലത്തിൽ ഹൽവയാത് കസീർ, ധാരാളം തിന്നു. അപ്പൊ ഇത് ഇതിലേക്ക് വരിക. അങ്ങനെ അവള് കിടന്നുറങ്ങി കിടന്നുറങ്ങി. കാനത്ത് അമ്ന തനാമു ലൈലത്തെയോ, അന്നേ ദിവസം കിടന്നുറങ്ങി. അപ്പൊ ഇത് ഇങ്ങനെ വരയ്ക്കും. അങ്ങനെയോ? അങ്ങനെ അവൾ കിടന്ന് അവൾ ഉറക്കത്തിന് എണീറ്റ് നിലവിളിക്കാൻ തുടങ്ങി. കാമത്ത് അമ്നാമിനവും, അവൾ ഉറക്കത്തിന് എണീറ്റു. വബക്കത്ത് മിൻ അലമിൽ ഇസ്നാൻ, വേദന കൊണ്ട് അവൾ നിലവിളിക്കാൻ തുടങ്ങി. അപ്പൊ ഇതിലേക്ക് ചേർക്കാം. ഓക്കെ, ഇതിന്റെ ബാക്കി കൂടി അടുത്ത പേജിലുണ്ട് അല്ലെ? അങ്ങനെ അവർ ആശുപത്രി ചെന്നു. എങ്ങനെയാ? മുസ്തഷ്ഫ എന്നുള്ള വാക്കില്ലേ? അപ്പൊ നമുക്ക് ഇതാ വരും. ദഹബത്തിൽ ഉമ്മു ബി അമ്ന ഇലൽ മുസ്തഷ്ഫ സബാഹൻ, രാവിലെ കൊണ്ടുപോയി. അന്നേരം ഡോക്ടർ പരിശോധിച്ചു. ഡോക്ടറിനെ തൊബീബ് നമ്മൾ പറയണം അല്ലെ? അപ്പൊ ഫഹസ തൊബീബ് വഖാല നല്ലിഫിൽ അസ്നാന കബലിൻ നൗം, ഉറങ്ങണതിന് മുമ്പ് പല്ല് വൃത്തിയാക്കണം. വലാ തഅക്കുലിൽ ഹൽവയാത് കസീറൻ, ധാരാളം മിഠായി കഴിക്കരുത്. അങ്ങനെ അമ്ന ഉമ്മ പറയണത്, ശുക്രൻ യാ ഉമ്മി സാസ്മാവ് കലാമ, ഉമ്മ നന്ദിയുണ്ട്, ഇനി ഞാൻ ഉമ്മ പറയണ കേക്കാട്ടോ എന്ന് പറഞ്ഞു അല്ലെ? ഇതുപോലെ ഉള്ള പ്രവർത്തനങ്ങളും ഇതുപോലത്തെ വേറെയും പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവാൻ സാധിക്കും. ഇത് ഏകദേശം മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക്, എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. ഓക്കെ അല്ലേ?
നേരത്തെ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്ന സ്കൂൾ അറബിക് ഗൈഡ് ആപ്ലിക്കേഷൻ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കാതിരിക്കുക. അള്ളാഹു എല്ലാവർക്കും ഫുൾ മാർക്ക് നന്നായി പഠിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.